പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമസ്കാരം. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സഹകരണ നിയമവുമായി ബന്ധപ്പെട്ട് ഡെഫിനിഷൻ എന്ന് പറയുന്ന ഭാഗമാണ്. ആദ്യ ഭാഗം കേട്ടിട്ടില്ലാത്തവർ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ചിട്ട് ക്ലാസ്സുകൾ കേൾക്കുക. ഇത് രണ്ടാമത്തെ ഭാഗമാണ്. ആക്റ്റിൽ സെക്ഷൻ 2 എന്ന് പറയുന്ന ഡെഫിനിഷനാണ്. അതുപോലെ തന്നെ KCS റൂളിൽ റൂൾ 2 എന്ന് പറയുന്നതും ഡെഫിനിഷനാണ്. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആക്റ്റിൽ സെക്ഷൻ 2 ഡെഫിനിഷൻസ് ആണ്. സെക്ഷൻ 2-ലെ ഡെഫിനിഷൻസ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഏറ്റവും പുതിയ ക്ലാസ്സുകളെ പറ്റിയുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ അമർത്തുക. അതിനൊപ്പമുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷനൂടെ എനേബിൾ ചെയ്ത് കൊടുക്കുക. ക്ലാസ്സുകളിലേക്ക് കടക്കാം. ഡാഷ് മീൻസ് ദ കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ലിസ്റ്റഡ് ഇൻ ഷെഡ്യൂൾ 2 appended to the Act. Option A, cooperative society. B, cooperative ombudsman. C, cooperative principles. D, cooperative arbitration court. Answer C ആണ്, കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. അതായത് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2E(CCC)യിലാണ്. സെക്ഷൻ 2E(CCC)യിലാണ്. കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് 7 ഉണ്ട്. ആ 7 പറഞ്ഞിരിക്കുന്നത് നമ്മുടെ KCS ആക്ടിൽ ഷെഡ്യൂൾ 2-വിൽ പറഞ്ഞിരിക്കുന്നു. ഷെഡ്യൂൾ 2-വിൽ എന്ത് പറഞ്ഞിരിക്കുന്നു? കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് 7 ഉണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. KCS ആക്ട് 1969-ൽ 3 ഷെഡ്യൂളുകളുണ്ട്. ആക്ട് പല സെക്ഷനായിട്ട് തിരിച്ചിരിക്കുന്നു. 110 സെക്ഷനുണ്ട്. 110 സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 2, ഷെഡ്യൂൾ 3 എന്ന് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ റൂൾ 201 റൂളുകൾ കഴിഞ്ഞതിന് ശേഷം അപ്പൻഡിക്സ് 1, അപ്പൻഡിക്സ് 2, അപ്പൻഡിക്സ് 3 എന്ന് തിരിച്ചു കൊടുത്തിരിക്കുന്നു. അപ്പൻഡിക്സ് 1, അപ്പൻഡിക്സ് 2, അപ്പൻഡിക്സ് 3 എന്ന് തിരിച്ചു കൊടുത്തിരിക്കുന്നു. അപ്പോൾ എന്താണ് ഷെഡ്യൂൾ 1? ഷെഡ്യൂൾ 1 എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഓഫ് സൊസൈറ്റീസ്. അതായത് ഈ ലിസ്റ്റിൽ നിന്നുമാണ്, ഷെഡ്യൂൾ 1-ലെ ലിസ്റ്റിൽ നിന്നുമാണ് ഉള്ള സൊസൈറ്റിയിലേക്കാണ്, ഷെഡ്യൂൾ 1-ലുള്ള ലിസ്റ്റിലെ സൊസൈറ്റികളിലേക്കാണ് PSC റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. കേരളത്തിലെ എല്ലാ അപ്പെക്സ് അംഗങ്ങളിലും ഈ ഷെഡ്യൂൾ 1-ലെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ്. ഷെഡ്യൂൾ 2 എന്താണ്? ഷെഡ്യൂൾ 2 നമ്മൾ കണ്ടു, കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് 7 കൊടുത്തിരിക്കുന്നു. അടുത്ത ഷെഡ്യൂൾ 3 എന്ന് പറഞ്ഞാൽ ലിമിറ്റേഷൻ പീരീഡ് ഫോർ മോണിറ്ററി ഡിസ്പ്യൂട്ട്. ഷെഡ്യൂൾ 3-ൽ പറഞ്ഞിരിക്കുന്നു മോണിറ്ററി ഡിസ്പ്യൂട്ടിന്റെ ലിമിറ്റേഷൻ പീരീഡ് എത്ര എന്നുള്ളത് പറഞ്ഞിരിക്കുന്നു. അതായത് ഒരു മോണിറ്ററി ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ അത് ഫയൽ ചെയ്യുന്നതിനുള്ള ലിമിറ്റേഷൻ പീരീഡ് എത്ര നാളിനുള്ളിൽ ഫയൽ ചെയ്യണമെന്ന് ചോദിച്ചാൽ 3 വർഷത്തിനുള്ളിൽ ഫയൽ ചെയ്യണം. 3 വർഷത്തിനുള്ളിൽ ഫയൽ ചെയ്യണം. അപ്പോൾ ലിമിറ്റേഷൻ പീരീഡ് ഫോർ മോണിറ്ററി ഡിസ്പ്യൂട്ട് ഷെഡ്യൂൾ 3-ലാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. മോണിറ്ററി ഡിസ്പ്യൂട്ട് ലിമിറ്റേഷൻ പീരീഡ് 3 വർഷമാണ്. മോണിറ്ററി ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യേണ്ടത് രജിസ്ട്രാർക്ക് മുമ്പിലാണ്. മോണിറ്ററി ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യേണ്ടത് അതുപോലെ തന്നെ അപ്പൻഡിക്സ് 1 എന്ന് പറയുന്നത് രജിസ്റ്റേഴ്സ് മെയിൻറ്റൈൻഡ് ബൈ കോഓപ്പറേറ്റീവ് യൂണിയൻസ്. അതായത് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനും സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയനും മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുക്സ് അല്ലെങ്കിൽ രജിസ്ട്രേഷനെ പറ്റി പറയുന്നതാണ് അപ്പൻഡിക്സ് 1. അപ്പൻഡിക്സ് 2 എന്ന് പറയുന്നത് ഫോംസ് ആണ്. ഫോംസ് ബൈ രജിസ്ട്രാർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഫോംസ് ആണ് അപ്പൻഡിക്സ് 2-ൽ പറയുന്നത്. നിലവിൽ 39 ഫോംസ് ഉണ്ട്. 1 മുതൽ 39 ഫോംസ് വരെയുണ്ട്. അപ്പൻഡിക്സ് 3 എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് ആൻഡ് സ്റ്റാഫ് പാറ്റേൺ. അപ്പൻഡിക്സ് 3 എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് ആൻഡ് സ്റ്റാഫ് പാറ്റേൺ. സൊസൈറ്റികളെ ഫിനാൻഷ്യൽ പൊസിഷന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യും. സ്റ്റാഫ് പാറ്റേണിനെ പറ്റി പറയുന്നത് അപ്പൻഡിക്സ് 3-ലാണ്. സെക്ഷൻ 2ED ഡീൽസ് വിത്ത്
കോഓപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്, കോഓപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ, കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്. കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2 EDയിലാണ്. എന്നാൽ കോഓപ്പറേറ്റീവ് എക്സാമിനേഷൻ ബോർഡ് സെക്ഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 80B ആണ്. സെക്ഷൻ 80B ആണ് കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്. സെക്ഷൻ 80B ആണ് കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്. ഓർത്തിരിക്കുക. സെക്ഷൻ 2F ഡീൽസ് വിത്ത് കോഓപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ, കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഓർ സൊസൈറ്റി, കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്. ആൻസർ സി ആണ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഓർ സൊസൈറ്റി. കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഓർ സൊസൈറ്റി. സെക്ഷൻ 2Fൽ പറഞ്ഞിരിക്കുന്നു, കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നോ സൊസൈറ്റി എന്നോ പറഞ്ഞാൽ ഈ ആക്ടിന് കീഴിൽ, KCS ആക്ടിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൊസൈറ്റിയാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ സൊസൈറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്ഷൻ 2G ഡീൽസ് വിത്ത് A. Cooperative society with unlimited liability. B. Cooperative society with limited liability. C. Cooperative society. D. Financing bank. Answer B ആണ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലൈബിലിറ്റി. കോഓപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലൈബിലിറ്റി. സെക്ഷൻ 2H ഡീൽസ് വിത്ത് A. Cooperative society. B. Cooperative society with unlimited liability. C. Cooperative society with limited liability. D. Financing bank. Answer B ആണ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് അൺലിമിറ്റഡ് ലൈബിലിറ്റി. ആൻസർ ബി ആണ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് അൺലിമിറ്റഡ് ലൈബിലിറ്റി. Dash means a society in which the liability of its members for the debts of the society in the event of its being wound up is limited by its bylaws to the amount, if any, unpaid on the shares respectively held by them, or to such amount as they may respectively undertake to contribute the assets of the society. Options A. Cooperative society with limited liability. B. Cooperative society with unlimited liability. C. Cooperative society. D. Financing bank. ആൻസർ എ ആണ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലൈബിലിറ്റി. അതായത് ചോദ്യം അർത്ഥമാക്കുന്നത്, ഒരു സംഘം ബൗണ്ടപ്പ് ചെയ്യുമ്പോൾ, ഒരു സംഘം പൂട്ടിക്കെട്ടുമ്പോൾ ആ സംഘത്തിലെ മെമ്പർമാർക്ക് ആ സംഘത്തിൻ്റെ കടങ്ങളോടുള്ള ബാധ്യത എങ്ങനെയാണ്. അത് ഒന്ന്, എടുത്തിരിക്കുന്ന ഷെയർ എത്രയാണോ അത്, എത്ര ഷെയർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ അത്, അല്ലെങ്കിൽ അവരെത്രയാണോ കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത് അത്. അതായത് ആ കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളതോ അല്ലെങ്കിൽ എടുത്തിരിക്കുന്ന ഷെയറോ എന്നുള്ളത് എവിടെ പറഞ്ഞിരിക്കും? ബൈലോയിൽ പറഞ്ഞിരിക്കും. ബൈലോയിൽ ലിമിറ്റ് ചെയ്തിരിക്കും എത്രയാണ് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരിക്കും. അത് എടുത്തിരിക്കുന്ന ഷെയർ ആവാം, അല്ലെങ്കിൽ എടുത്തിരിക്കുന്ന ഷെയറിൻ്റെ ഇരട്ടിയെന്നോ മൂന്നിരട്ടിയെന്നോ എത്രയാണോ അത് ബൈലോയിൽ ഫിക്സ് ചെയ്യുന്നത് അത്. ഒരു സംഘത്തിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണെങ്കിലും അൺലിമിറ്റഡ് ആണെങ്കിലും അത് എവിടെ പറഞ്ഞിരിക്കും? ബൈലോയിൽ പറഞ്ഞിരിക്കും. എവിടെ പറഞ്ഞിരിക്കും? ബൈലോയിൽ പറഞ്ഞിരിക്കും. ഒന്നുകൂടെ മനസ്സിലാക്കുക, ഒരു സംഘം വൗണ്ടപ്പ് ചെയ്യുമ്പോൾ ആ സംഘത്തിനുള്ള കടങ്ങളോടുള്ള മെമ്പർമാർക്കുള്ള ബാധ്യത എന്ന് പറയുന്നത് ബൈലോയിൽ ലിമിറ്റ് ചെയ്തിരിക്കും, ബൈലോയിൽ പറഞ്ഞിരിക്കും. അത് അവരെടുത്തിരിക്കുന്ന ഷെയർ ആവാം, അല്ല എങ്കിൽ അവർ എത്രയാണോ കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞ എമൗണ്ട് അത് ഏതെങ്കിലും എമൗണ്ട് ആവാം, അല്ലെങ്കിൽ അത് ഷെയറിൻ്റെ ഇരട്ടിയെന്നോ മൂന്നിരട്ടിയെന്നോ ഒക്കെ വേണമെങ്കിൽ ബൈലോയിൽ പറയാം. അങ്ങനെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. Dash means a society, the members of which are, in the event of its being wound up, jointly and severally liable for and in respect of all its obligations and to contribute to any deficit in the asset of the society. Dash means a society, the members of which are,
in the event of its being wound up jointly and severally liable for and in respect of all its obligations and to contribute to any deficit in the asset of the society. Option A, cooperative society with limited liability. B, cooperative society. C, financing bank. D, cooperative society with unlimited liability. Answer D ആണ് cooperative society with unlimited liability. അതായത് അൺലിമിറ്റഡ് ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സംഘം വൗണ്ടപ്പ് ചെയ്യുമ്പോൾ ആ സംഘത്തിനുണ്ടാവുന്ന കടങ്ങൾ അതെത്രയായാലും അത് മെമ്പർമാരെല്ലാം കൂടെ തീർക്കണം. മെമ്പർമാരെല്ലാവരും കൂടെ തീർക്കണം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മെമ്പർമാരെ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ആ സംഘത്തിൻ്റെ കടം തീർക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. എന്നാൽ നമ്മൾ മുമ്പേ കണ്ടു അൺലിമിറ്റഡ് ലൈബിലിറ്റിയിൽ, കഴിഞ്ഞ ക്വസ്റ്റിൽ കണ്ടു അൺലിമിറ്റഡ് ലൈബിലിറ്റിയിൽ ഇങ്ങനെയാണെങ്കിൽ ലിമിറ്റഡ് ലൈബിലിറ്റിയിൽ വ്യത്യാസമാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റിനിൽ കണ്ടതാണ്. ലിമിറ്റഡ് ലൈബിലിറ്റിയിൽ ബൈലോയിൽ പറഞ്ഞിരിക്കുന്ന തുക എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതാണ്. എന്നാൽ അൺലിമിറ്റഡ് ലൈബിലിറ്റിയിൽ കടങ്ങൾ എത്രയാണെങ്കിലും എല്ലാവരും ചേർന്ന് ആ കടങ്ങൾ തീർക്കേണ്ടതാണ്. സെക്ഷൻ 2HA deals with A, dispute. B, DCA. C, deposit guarantee scheme. D, urban cooperative bank. ആൻസർ സി ആണ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം. ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് HAയിലാണ്, സെക്ഷൻ 2HAയിലാണ്. എന്നാൽ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം എന്ന് പറയുന്ന സെക്ഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ 57B ആണ്. സെക്ഷൻ 2HB deals with A, deposit guarantee scheme. B, director of cooperative audit. C, dispute. D, urban cooperative bank. ആൻസർ ബി ആണ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് അല്ലെങ്കിൽ DCA. Dash means the director of cooperative audit appointed under section 63 of subsection 1 and any officer to whom all or any of the powers of the director of cooperative audit may be delegated by the government by general or special order under subsection 3 of section 63. Options: A, liquidator. B, ombudsman. C, director of cooperative audit. D, vigilance officer. ആൻസർ സി ആണ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. അതായത് DCA എന്ന് പറയുന്ന സെക്ഷൻ 63 സെക്ഷൻ 63 സബ്സെക്ഷൻ 1 പ്രകാരമാണ് DCA അപ്പോയിന്റ് ചെയ്യുന്നത്. DCA അപ്പോയിന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. DCAയുടെ അധികാരങ്ങൾ DCAയുടെ താഴെയുള്ള സബോർഡിനേറ്റ് ഓഫീസേഴ്സിനോ അല്ലെ രജിസ്ട്രാറിന് കീഴിലുള്ള ഓഫീസേഴ്സിനോ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നത് സെക്ഷൻ 63 സബ്സെക്ഷൻ 3 പ്രകാരമാണ്. സെക്ഷൻ 63 സബ്സെക്ഷൻ 3 പ്രകാരം DCAയുടെ സബോർഡിനേറ്റ്സിനോ രജിസ്ട്രാറിൻ്റെ സബോർഡിനേറ്റ്സിനോ രജിസ്ട്രാറിന് കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കോ അധികാരങ്ങൾ ഗവൺമെന്റ് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നത് സെക്ഷൻ 63 സബ്സെക്ഷൻ 3 പ്രകാരമാണ്. എന്നാൽ DCAയുടെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് റൂൾ 64B പറഞ്ഞിരിക്കുന്നത്. റൂൾ 64B എന്ന് പറയുന്ന ഓഡിറ്റ് റിപ്പോർട്ടാണ്. റൂൾ 64B സബ് റൂൾ 8 DCAയുടെ ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിരിക്കുന്നത്. റൂൾ 64B സബ് റൂൾ 8 DCAയുടെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. DCA shall be an officer on deputation from Indian Audit and Account Service not below the rank of Deputy Accountant General or an officer from Indian Administrative Service. DCA എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസിൽ ഡെപ്യൂട്ടി അക്കൗണ്ടന്റ് ജനറലിന്റെ റാങ്കിൽ കുറയാതെ ഉള്ള ഒരു ഓഫീസർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു IAS
കാരനായിരിക്കും. അങ്ങനെ ഡെപ്യൂട്ടേഷനിൽ വരുന്ന ആളായിരിക്കും DCA എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. Section 2I means A. Dispute, B. Audit, C. Chief Executive, D. Registrar. ആൻസർ ഓപ്ഷൻ എ ആണ് ഡിസ്പ്യൂട്ട്. ഡാഷ് മീൻസ് എനി മാറ്റർ ടച്ചിങ് ദ ബിസിനസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, എസ്റ്റാബ്ലിഷ്മെന്റ് of management of a society capable of being the subject of litigation and includes a claim in respect of any sum payable to or by a society, whatever such a claim be admitted or not. Option A. Surcharge, B. Dispute, C. A registration, D. Gehan. ആൻസർ ബി ആണ് ഡിസ്പ്യൂട്ട്. ആൻസർ ഓപ്ഷൻ ബി ആണ് ഡിസ്പ്യൂട്ട്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബിസിനസ്സിനെയോ കോൺസ്റ്റിറ്റ്യൂഷനെയോ എസ്റ്റാബ്ലിഷ്മെന്റിനെയോ ഒക്കെ ബാധിക്കുന്ന കേസ് കൊടുക്കാവുന്നതിനാധാരമായ കാര്യങ്ങളാണ് ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് സംഘത്തിന് കിട്ടാനുള്ളതോ കൊടുക്കാനുള്ളതോ ഒക്കെയായിട്ടുള്ള കാര്യങ്ങൾ ആവാവുന്നതാണ്. ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2I എന്നാൽ ഡിസ്പ്യൂട്ട് ഡിസൈഡ് ചെയ്യുന്നത് രജിസ്ട്രാറും കോഓപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടുമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 69 സെക്ഷൻ 69 എന്ന് പറഞ്ഞിരിക്കുന്നു ഡിസ്പ്യൂട്ട് ഡിസൈഡ് ചെയ്യുന്നത് കോഓപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടും രജിസ്ട്രാറുമാണ്. രജിസ്ട്രാർ മോണിറ്ററി ഡിസ്പ്യൂട്ടും കോഓപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടും കൈകാര്യം ചെയ്യുന്നു. Section 2IB deals with A. Financing Bank, B. Kerala State Cooperative Bank, C. Federal Cooperative Society, D. Central Society. Answer option C ആണ് Federal Cooperative Society. Answer option C ആണ് Federal Cooperative Society. Dash means a society having more than one district as its area of operation and having the government, individuals and other cooperative societies as its members. Option A. Federal Cooperative Society, B. Central Society, C. Financing Bank, D. Kerala State Cooperative Bank. Option A ആണ് Federal Cooperative Society. Federal Cooperative Society. Federal Cooperative Society ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2IB സെക്ഷൻ 2IB ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മോർ ദാൻ വൺ ഡിസ്ട്രിക്റ്റ് ആണ്. അതായത് ഒരു ജില്ലയിൽ കൂടുതലാണ്. ഒരു ജില്ല എന്നുള്ളതല്ല ആൻസർ, ഒരു ജില്ലയിൽ അധികരിച്ചിരിക്കണം എങ്കിലേ ഒരു ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ജില്ലയിൽ അധികരിച്ചിരിക്കണം. ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പർമാർ എന്ന് പറയുന്നത് ഗവൺമെൻറ്, ഇൻഡിവിജ്വൽസ് ആൻഡ് സൊസൈറ്റികൾ. സൊസൈറ്റികളും ഇൻഡിവിജ്വൽസും ഗവൺമെൻറ്റും ചേർന്നതാണ് ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പർമാരെ എന്ന് പറയുന്നത്. സൊസൈറ്റികളും ഇൻഡിവിജ്വൽസും മെമ്പർമാരായിട്ടുള്ള സംഘങ്ങളെ എന്ത് വിളിക്കുമെന്ന് ചോദിച്ചാൽ ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് വിളിക്കും. ഇവിടെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഒരു ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഇൻഡിവിജ്വൽസിൻ്റെ പ്രാതിനിധ്യം എത്രയിൽ കൂടാൻ പാടില്ല എന്ന് ചോദിക്കാം. ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഇൻഡിവിജ്വൽസിൻ്റെ പ്രാതിനിധ്യം ആ സൊസൈറ്റിയിലെ മൊത്തം മെമ്പർമാരുടെ 25% അല്ലെങ്കിൽ 4/1 കൂടാൻ പാടില്ല എന്നാണ്. 25% അല്ലെങ്കിൽ 4/1 കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ജനറൽ ബോഡിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് 25% അതിൽ ഇൻഡിവിജ്വൽസിൻ്റെ പ്രാതിനിധ്യം 25% കൂടാൻ പാടില്ല. അതുപോലെ തന്നെ മാനേജിംഗ് കമ്മിറ്റിയിലും ഇൻഡിവിജ്വൽസിൻ്റെ പ്രാതിനിധ്യം 4/1 അല്ലെങ്കിൽ 25% കൂടാൻ പാടില്ല. അതായത് ശ്രദ്ധിക്കുക, ഒരു ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഇൻഡിവിജ്വൽസിൻ്റെ പ്രാതിനിധ്യം ആ ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ജനറൽ ബോഡിയിലായാലും ആ ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റിയിലായാലും 25% അല്ലെങ്കിൽ 4/1 കൂടാൻ പാടില്ല എന്നുള്ളതാണ്. അത് ഓർത്തിരിക്കുക.
Section 2J deals with A. Federal Cooperative Society, B. Central Society, C. Financing Bank, D. Kerala State Cooperative Bank. Answer option C ആണ് Financing Bank. Answer option C ആണ് Financing Bank. Dash means a cooperative society having as its members only other cooperative societies and the main object of which is to raise money and lend the sum to its members. Option A, Financing Bank. B, Kerala State Cooperative Bank. C, Federal Cooperative Society. D, Central Society. Option A ആണ് ഫിനാൻസിംഗ് ബാങ്ക്. ആൻസർ ഓപ്ഷൻ എ ആണ് ഫിനാൻസിംഗ് ബാങ്ക്. അതായത് ഒരു ഫിനാൻസിംഗ് ബാങ്ക് എന്നാൽ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫിനാൻസിംഗ് ബാങ്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 2Jയിലാണ് ഫിനാൻസിംഗ് ബാങ്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിക്കണം, ഇവിടെ 2 പോയിന്റ് ശ്രദ്ധിക്കുക. അതായത് ഫിനാൻസിംഗ് ബാങ്കിന്റെ മെമ്പർമാർ ആരെ എന്ന് ചോദിച്ചാൽ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റികളാണ്. ഫിനാൻസിംഗ് ബാങ്കിന്റെ മെമ്പർമാരെന്ന് ചോദിച്ചാൽ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റികളാണ്. ഈ ഫിനാൻസിംഗ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റ് എന്താണ്? ഫണ്ട് കണ്ടെത്തി അതിന്റെ മെമ്പർമാർക്ക് കൊടുക്കുക. ഫിനാൻസിംഗ് ബാങ്ക് ഫണ്ട് കണ്ടെത്തി അതിന്റെ മെമ്പർമാർക്ക് കൊടുക്കുക എന്നാണ് അവിടെ ഒബ്ജക്റ്റ്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അവിടെ മെമ്പർമാരായ PSCSനും അർബൻ കോപ്പറേറ്റീവ് ബാങ്കിനും ഫണ്ട് കൊടുക്കുന്നു. അപ്പോൾ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന് PSCSന്റെ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഫിനാൻസിംഗ് ബാങ്ക് എന്ന് പറയുന്നു. സെക്ഷൻ 2K ഡീൽസ് വിത്ത് സെക്ഷൻ 2K ഡീൽസ് വിത്ത് A. Audit, B. General Body Meeting, C. Committee, D. Election. Answer option B ആണ് General Body Meeting. Answer option B ആണ് General Body Meeting. Dash means a meeting of the members who are entitled to vote in the affairs of the society. Dash means a meeting of the members who are entitled to vote in the affairs of the society. Option A. Audit, B. Committee, C. General Body Meeting, D. Election. Answer option C ആണ് General Body Meeting. Answer option C ആണ് General Body Meeting. അതായത് വോട്ട് ചെയ്യാൻ അർഹതപ്പെട്ട മെമ്പർമാരുടെ മീറ്റിങ്ങിനെയാണ് ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് വിളിക്കുന്നത്. വോട്ട് ചെയ്യാൻ അർഹതപ്പെട്ട മെമ്പർമാരുടെ മീറ്റിങ്ങിനെയാണ് ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ ക്ലാസ്സിൻ്റെ തുടർഭാഗങ്ങൾ കേൾക്കുന്നതിന് കാത്തിരിക്കുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം.